പിടിച്ചിരിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞു. സാങ്കേതിക തടസ്സം കാരണം താങ്കളിലേക്ക് എത്താൻ അല്പം കാലതാമസം എടുത്തു, ക്ഷമിക്കുക ദയവായി. ഈ കോടതി വിധി എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഹലോ, ശ്രീ കെ രാംകുമാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ സാങ്കേതിക തകരാറുണ്ടാവുകൊണ്ട് മുഴുവൻ ചർച്ച എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വളരെ അവിതർക്കിതമാണ്. ഒരു രാഷ്ട്രീയ പ്രേരണയാണെന്ന് പ്രകടമായി മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ സുപ്രധാന ഘടകമായ കോടതികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടാനുള്ള ഒരു പരിശ്രമമാണ് പരാജയപ്പെട്ടത്. ഇതിൽ പ്രത്യേകം പ്രസ്താവ്യമായൊരു കാര്യമുണ്ട്. കോടതി ഒരു ചാർജ് ഫ്രെയിം ചെയ്യാനോ വിചാരണ നടത്താൻ പോലും അർഹിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് 6 പേരെയും ഡിസ്ചാർജ് ചെയ്തത്. ഡിസ്ചാർജ് കാരണം അക്വിറ്റ് ചെയ്തത്, വിട്ടുവിടുതൽ ചെയ്തത്. അപ്പോൾ അതിനർത്ഥം ഈ ആരോപണം പ്രഥമദൃഷ്ട്യാ ഒരു വിചാരണ പോലും അർഹിക്കുന്നില്ല എന്ന നിലപാടാണ് കോടതി എടുത്തത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം പരാതിക്കാർ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ഭരണകക്ഷിയുടെ പ്രതിനിധിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു തെളിവുമില്ലാതെ പ്രഥമദൃഷ്ട്യാ കോടതിയുടെ സമയം കളയണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ഒരു വിചാരണ പോലും ആവശ്യമില്ല എന്ന സുപ്രധാനമായൊരു തീരുമാനമാണ് കോടതി എത്തിയത്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം അല്ലാണ്ട് നിയമമല്ല എന്നുള്ളത് വ്യക്തമായല്ലോ. നിയമമില്ല എന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് മറ്റെന്ത് ലക്ഷ്യത്തിലാണ് ഇതുപോലൊരു പരാതി കൊടുത്തത്? അതും പ്രത്യേകിച്ചും ഏറ്റവും അസൗകര്യമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കടക്കം അസൗകര്യമുണ്ടാക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർ പീഡനം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ദുരുദ്ദേശത്തിൻ്റെ മടങ്ങ് കൂടുതൽ വർദ്ധിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നിലനിൽക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കോടതികളെ ദുരുപയോഗം ചെയ്യാൻ ഒരു ഭരണകക്ഷി പ്രവർത്തകർ ശ്രമിച്ചതിൻ്റെ മകുട ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. കോടതി പറഞ്ഞത് പ്രഥമദൃഷ്ട്യാ ഈ കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ല, തെളിവുകളൊന്നുമില്ല, ഒരു ചാർജ് ഫ്രെയിം ചെയ്യാൻ പോലുമുള്ള വസ്തുതകൾ ഞാൻ കോടതി മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് വിചാരണ പോലും അർഹിക്കാത്ത കേസിൽ പ്രതികളെ ഞാൻ വെറുതെ വിടുന്നു. ഇതിൻ്റെ ഈ നടപടികളുടെ അന്തിമ ഫലം എന്താണ്? തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ദുരുദ്ദേശപരമായി ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ അവമാനിക്കാനായി ഒരു നടത്തി കോടതി നടപടികളെ ദുരുപയോഗപ്പെടുത്തി. നിഷ്പക്ഷനായ മജിസ്ട്രേറ്റ് അത് കണ്ടുപിടിച്ച് വിചാരണ പോലും വേണ്ട എന്ന് പറഞ്ഞ് തള്ളി. എന്നിട്ടും വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി അപ്പീൽ കൊടുക്കാൻ പോവുകയാണ്. വീണ്ടും അടുത്ത കാലത്ത് നമ്മുടെ മറുനാട് മലയാളി എന്ന ഒരു ചാനലിൻ്റെ ആളെ ഇതുപോലെ SC/ST ആക്ട് പട്ടികജാതി പട്ടിക വിഭാഗം വെച്ചുകൊണ്ട് കുറ്റം ആരോപിച്ച സുപ്രീം കോടതി പറഞ്ഞു ഈ നിയമം ദുരുപയോഗപ്പെടുത്തുകയാണ്. ഇത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ച നിയമമാണ്. പക്ഷെ അത് പലരും ദുരുപയോഗപ്പെടുത്തി എതിരാളികളെ നിലംപരിശാക്കാൻ ഈ നടപടി ഉപയോഗിക്കുന്നു. കോടതികൾ വളരെ ജാഗരൂകരാകണം. പലപ്പോഴും ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ്. ഇവിടെ ലക്ഷ്യം വളരെ വ്യക്തമാണല്ലോ. കെ സുരേന്ദ്രന് ജാമ്യം പോലും കിട്ടരുത് എന്ന് വെച്ചിട്ടാണ് പട്ടികജാതി വകുപ്പോട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്നവർക്ക് അറിയില്ല. പക്ഷെ എങ്കിലും പട്ടികജാതി പട്ടിക വകുപ്പ് പ്രത്യേകം ചേർത്തു. കോടതി പറഞ്ഞു അതും നിലനിൽക്കില്ല. സുപ്രീം കോടതി പറഞ്ഞത് ഈ വകുപ്പ് ദുരുദ്ദേശം ചെയ്യുന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കാസർഗോഡ് കോടതിയിൽ കണ്ടത്. ഇത്തരം പ്രവൃത്തികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂഷണമല്ല. പ്രത്യയശാസ്ത്രപരമായി എതിരാളികളെ നേരിടുന്നതിന് പകരം ശാരീരികമായും ദുർവ്യവഹാരങ്ങളുമായി നേരിടുന്ന പ്രവണ ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചേർന്നതല്ല. അതും പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിന് രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ തവണ
ശ്രീ കെ സുരേന്ദ്രൻ തോറ്റത് ഏതാനും വോട്ടുകൾക്കാണ്. അതിനുള്ള പ്രധാന കാരണം മഞ്ചേശ്വരം മണ്ഡലത്തിൽ വിദേശ മലയാളികൾ ധാരാളമുണ്ട്, ആയിരക്കണക്കിനുണ്ട്. അവരുടെ പേരിൽ കള്ള വോട്ട് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ സമൻസ് സ്വീകരിക്കാൻ പോലും ആ ആളുകൾ തയ്യാറായിട്ടില്ല. കോടതി നിസ്സഹായരായി. അപ്പം നമ്മുടെ നീതിന്യായ സംവിധാനം നിസ്സഹായരായി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം നടക്കുന്ന സ്ഥലമാണ് മഞ്ചേശ്വരം. രാഷ്ട്രീയമായി മഞ്ചേശ്വരത്തിന് കേരളത്തിൽ പ്രാധാന്യമുണ്ട്. അവിടെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിരാശയ്ക്ക് വഴിയുണ്ട്. ആ നിരാശ ഒരളവ് വരെ തീർക്കാൻ കോടതികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുർവ്യവഹാരത്തിന് തുടങ്ങിയത്. കോടതി അത് കണ്ടുപിടിച്ചു, ശരിക്കും തുറന്ന് കാണിച്ചു അതിൻ്റെ ദുരുദ്ദേശങ്ങളും. അതിനെന്ത് നീതീകരണം പറഞ്ഞാലും ശരിയാവില്ല. ഇതിൻ്റെ അനന്തരഫലം അതാണെന്നാണ് എൻ്റെ വിനീത അഭിപ്രായം.